കുതിരാനിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ഒറ്റയാനെ തുരത്താനുള്ള ദൗത്യം തുടരുകയാണ്. 2 കുങ്കിയാനകളെ ഉപയോഗിച്ചാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ഒറ്റയാന് മദപ്പാടുള്ളതിനാൽ ദൗത്യം അതീവ സങ്കീർണമാണ് എന്നാണ് വിലയിരുത്തൽ. കുതിരാനിൽ കുങ്കിയാനകളെ ഉപയോഗിച്ചുള്ള പരിശോധനകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ കുതിരാൻ പഴയ കുതിരാൻ റോഡിലാണ്, ഹൈവേയിലാണ് ഇപ്പോൾ ആനകളുള്ളത്. ഇവിടെ നിന്നും വനപ്രദേശത്തിനകത്തേക്ക് ഈ ഒറ്റയാനെ തിരയുന്നതിന് വേണ്ടിയാണ് ഇറങ്ങുന്നത്. 2 കുങ്കിയാനകളാണ് നിലവിൽ വയനാട്ടിൽ നിന്ന് എത്തിച്ചിട്ടുള്ളത്. ഈ 2 കുങ്കിയാനകളെയും ഇങ്ങോട്ടേക്ക് ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അതിനോടൊപ്പം തന്നെ കുങ്കിയാനകളുടെ ഒപ്പം വന്ന സംഘവും ഉൾപ്പെടെയാണ് ഒറ്റയാനെ തിരയുന്നതിന് വേണ്ടിയായി ഇറങ്ങുന്നത്. ഒറ്റയാൻ കഴിഞ്ഞ ദിവസം രാത്രിയൊന്നും തന്നെ ഇറങ്ങിയിട്ടില്ല. പക്ഷേ 2 ദിവസത്തെ ഇടവേളകൾക്കിടയിലാണ് ഈ ആന ഇങ്ങോട്ടേക്ക് ഇറങ്ങുകയും അക്രമാസക്തനാവുകയും ചെയ്യാറുള്ളത് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. അതിനോടൊപ്പം തന്നെ ആനയ്ക്ക് മദപ്പാടുണ്ടോ എന്നുള്ള സംശയവും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നു. എന്തായാലും ഈ കുങ്കിയാനകളുടെ സാന്നിധ്യം വന്നതിന് ശേഷം ഈ ആനകൾ മറ്റ് ആനകൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. ഇപ്പോൾ പഴയ കുതിരാൻ ഹൈവേയിലാണ് നമ്മൾ ഉള്ളത്. ഇവിടെ നിന്നും അകത്തേക്ക് വനപ്രദേശത്തേക്ക് കടക്കുകയും അവിടെയാണ് ഈ പരിശോധനകളൊക്കെ തന്നെ നടക്കുന്നത്. എന്തായാലും ആനകളെ ഇങ്ങോട്ടേക്ക് ഈ ജനവാസ മേഖലയിലേക്ക് കടക്കുന്നത് ചെറുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ കുങ്കിയാനകൾ ഉപയോഗിച്ചുള്ള പരിശോധനകളൊക്കെ തന്നെ നടക്കുന്നത്. എന്തായാലും ഈ ഒരു പരിശോധനയ്ക്ക് ശേഷം തുടർന്ന് ഈ ആനയെ കാട് കയറ്റുക, പിന്നീട് അവിടെ ഫെൻസിംഗ് സ്ഥാപിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അതിനോടൊപ്പം തന്നെ വാഴാനി വനമേഖലയിലേക്ക്, പീച്ചി വനമേഖലയിലേക്ക് ഉൾപ്പെടെ ആ വനമേഖലയിലേക്ക് ആനകളെ സ്ഥിരമായി നിർത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ എടുക്കുക എന്നുള്ളതാണ്. പക്ഷേ അത് വിജയം കണ്ടില്ലെങ്കിൽ മയക്കുപിടി വെച്ച് ഈ ആനയെ പിടിക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. പക്ഷേ വനംവകുപ്പ് ആ നടപടികളിലേക്കൊന്നും തന്നെ കടന്നിട്ടില്ല. നിലവിൽ ഈ ആനയെ ജനവാസ മേഖലയിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ള ഒരു കാര്യമാണ് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത്.